ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ പാക് അധീന കശ്മീരിന്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഈ ഇടയ്ക്ക് രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു, ഈ പാക് അധീന കശ്മീർ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും, അതിനുള്ള സമയമായി വരുന്നു എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത, അതായത് 2-3 ദിവസത്തിന് മുമ്പ് ഒരു പാക് അധീന കശ്മീരിൽ ഒരു വാർത്ത എടുത്തിരുന്നു. ആ വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്നത് പാക് അധീന കശ്മീരിൽ നിന്നും ഭീകരവാദികൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോ ഈ ഒരു വാർത്തയിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. അന്ന് ജെയ്ഷെ മുഹമ്മദ് ആണ് പോയിരുന്നതെങ്കിൽ ഇന്ന് ലഷ്കർ ഇ തൊയ്ബയും പാക് അധീന കശ്മീർ വിട്ടിട്ട്, അതായത് ഈ പ്രദേശം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടിട്ട് നേരെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് പോവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ പാക് അധീന കശ്മീരിലേക്ക് നടത്തിയ ആ ഒരു ആക്രമണം, ഇന്ത്യക്ക് പാക് അധീന കശ്മീരിൽ ആക്രമിക്കാൻ, അതായത് അവിടുത്തെ മുക്കും മൂലയിൽ ആക്രമിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. പോരാത്തതിന് ഇന്ത്യക്ക് അതിനകത്ത് ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള സ്വാധീനം പാക് അധീന കശ്മീരിൽ ഉണ്ട് എന്ന ഈ ഭീകരവാദികളുടെ തോന്നലാണ്. ഇപ്പോ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ പാക് അധീന കശ്മീരിൽ ഈ ഷഹബാസ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ആൾക്കാർ പുറത്ത് സംഘടിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ആക്ഷൻ കമ്മിറ്റിയാണ് ഇവരെ തെരുവിലിറക്കിയിരിക്കുന്നത്. നമ്മുടെ പാക് അധീന കശ്മീരിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണോ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അവഗണിച്ചിട്ടിരുന്നത്, അതുപോലെയാണ് പാകിസ്ഥാൻ സർക്കാർ പാക് അധീന കശ്മീരിനെ അവഗണിച്ചിട്ടിരിക്കുന്നത്. അവിടെയുള്ള ആൾക്കാർക്ക് യാതൊരുവിധ ഫെസിലിറ്റീസ് ഇല്ല. വൈദ്യ സഹായം ലഭിക്കണമെങ്കിൽ അവർക്ക് നല്ല ഹോസ്പിറ്റൽസ് ഇല്ല, നല്ല റോഡുകളില്ല, അങ്ങനെ യാതൊരുവിധ വികസനവും ഇല്ലാതെ കിടക്കുന്ന ഒരു പ്രദേശം. അവിടെയുള്ള ആൾക്കാർ എപ്പോഴും ഈ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ എന്താ രണ്ടാം കിട പൗരന്മാരാണോ എന്നാണ്. പോരാത്തതിന് അവിടെ സമാന്തരമായിട്ടുള്ള ഒരു ഭരണകൂടമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഒരു പ്രധാനമന്ത്രി പാകിസ്ഥാനിലല്ലാതെ ഒരു പ്രധാനമന്ത്രി കൂടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധം വലിയ തോതിൽ നടക്കുന്നു. ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കാനുള്ള കാരണം ഇവിടുത്തെ നിയമസഭയിൽ നീക്കിവെച്ചിട്ടുള്ള 12 സീറ്റ് നിർത്തലാക്കണം എന്നുള്ളൊരു ആവശ്യം അവിടെ ഉയർന്നു വന്നു. അപ്പൊ അതിന്റെ പേരിലാണ് പ്രതിഷേധം നടക്കുന്നത്. സമാനമായ രീതിയിൽ പാക് അധീന കശ്മീരിൽ ഒരു പ്രതിഷേധം തുടങ്ങുമ്പോൾ ഇപ്പുറത്ത് ബംഗ്ലാദേശിൽ, നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ തലവേദന തരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഈ ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ്ങിൽ സമാനമായിട്ടുള്ള വലിയൊരു പ്രതിഷേധം അവിടെയും നടക്കുന്നു. അതായത് ഈ നേപ്പാളിൽ പ്രതിഷേധം നടന്നതിന് പിന്നാലെ പാക് അധീന കശ്മീരിലും ബംഗ്ലാദേശിലും പ്രതിഷേധം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ തെരുവിലിറങ്ങുന്നു. സർക്കാർ ഇതിനെ അടിച്ചമർത്താനായിട്ട് പെടാപ്പാടുപെടുകയാണ്. അപ്പോ ഇത് എന്തിന്റെ സൂചനയാണ്? 2023 മുതല് ന്യൂസ് ഇന്ത്യ മലയാളം വാർത്തകൾ കാണുന്നവർക്കറിയാം. 2022, 2023, 2022 മുതൽ ഞാൻ സ്ഥിരമായി ചെയ്യുന്നൊരു വാർത്ത ഈ പാക് അധീന കാശ്മീരിലാണ്. അവിടുത്തെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട്. അന്ന് പറഞ്ഞ ആ കാരണങ്ങൾ തന്നെയാണ് ഇന്നും ഇവരുടെ ഈ പ്രക്ഷോഭത്തിന്റെ കാരണങ്ങൾക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അതായത് അവർക്ക് കുറെ ഇപ്പൊ ആ വാർത്തകളൊന്നും കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം കാര്യങ്ങൾ. കാരണം അവിടെ ഈ പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ പക്കലെത്തിയതിനു ശേഷം ഇവർക്ക് ഒരു ധനുഷ് പറഞ്ഞ കണക്ക് രണ്ടാം കിട പൗരന്മാർ മാത്രം അല്ല, ഇവര് ഈ 2022 ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങാനൊരു കാരണം ഉണ്ടായിരുന്നു. ഇവരുടെ വീടുകൾ പണ്ട് തൊട്ടേ ഇവർക്കുണ്ടായിരുന്ന വീട്, സർക്കാർ വെച്ച് കൊടുത്ത വീടൊന്നുമല്ല. പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ കയ്യിൽ ചെല്ലുമ്പോൾ ആ വീടുകളാണ്. ആ വീടുകൾ ഇവര് ചൈനയ്ക്ക് കൊടുത്തു. ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് ഈ വീടുകൾ കൊടുത്തു. ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള നോട്ടീസുകൾ പതിച്ചപ്പോഴാണ് അവർ തെരുവിലിറങ്ങിയത്. പാക് അധീന കാശ്മീരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 8ഓളം രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവിടെ, ഒരു പാർലമെന്റ് ഉണ്ട് അവിടെ. കാരണം പാകിസ്ഥാൻ പറയുന്നത് ഒരു സ്വതന്ത്ര പ്രദേശമാണെന്നാണ് പാക് ഹൈക്കോടതി തന്നെ പറയുന്ന ഒരു കാര്യം. ഇവരപ്പോൾ തെരുവിലിറങ്ങി. ഇത് കൂടാതെ തന്നെ പിന്നീട് ഈ ചെറുകിട ഇലക്ട്രോ പ്രൊജക്ടുകൾ, അതായത് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ പ്രൊജക്ടുകൾ അനവധി ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന പാക് അധീന കാശ്മീർ. കാരണം അനവധി നദികളും മറ്റുമൊക്കെ ഉള്ളിടത്തുനിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പാക് അധീന കാശ്മീരിൽ കിടക്കുന്ന ജനത്തിന് വലിയ ചാർജ് ഈ വൈദ്യുതിക്ക് കൊടുക്കണമെന്ന് മാത്രമല്ല 12 മണിക്കൂർ 14 മണിക്കൂർ പവർ കട്ടാ. ഇതും ഒരു കാരണമാണ്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള അവരുടെ കുറെ കാര്യങ്ങളാണ്. 70 വർഷമായിട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അടുത്ത കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാൻ ആണല്ലോ ഇവിടെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പക്ഷെ പാകിസ്ഥാനിലുള്ള പൗരന്മാരുടെ നികുതി ഇവർക്ക് കൂടുതലാണ്. അടുത്ത കാര്യമാണ് അതിലും ബഹുകേമം. ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ അവിടെ കാരക്കോറം ഹൈവേ വഴിയാണ് ഈ ചൈനയിൽ നിന്ന് സാധന സാമഗ്രികൾ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. ഈ പാവങ്ങൾക്ക് ഇരട്ടി വില കൊടുക്കണം. പാകിസ്ഥാനികൾ വാങ്ങുന്നതിനേക്കാളും 3 ഇരട്ടി വില കൊടുത്താണ് ഇവർ ഗോതമ്പും പാലും വാങ്ങേണ്ട അവസ്ഥ. ഇതൊക്കെ വന്നപ്പോഴേക്ക് വലിയ പ്രക്ഷോഭമായി. ഇതിനു മുമ്പ് നടന്ന പ്രക്ഷോഭം എനിക്ക് തോന്നുന്നു 2023 എന്ന് തോന്നുന്നു. അന്നൊരു സ്കൂൾ ഉള്ളൊരു പെൺകുട്ടി
പോയി പാക് പട്ടാളത്തിന് വെടിയേറ്റ് മരിക്കുകയൊക്കെ ചെയ്തു. 2024 നടന്ന ആ ഒരു പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഫോട്ടോ പ്ലക്കാർഡ് ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി പാക് അധിനിവേശ കാശ്മീരിലുണ്ടായി. ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തി. അവർ പറഞ്ഞത് ഇന്ത്യക്കാരാണ് ഞങ്ങളെ ഇന്ത്യ തിരിച്ചെടുക്കണം, അല്ല ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ നമ്മളിവിടെ മുമ്പ് ചർച്ച നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് പാക് അധിനിവേശ കാശ്മീർ ഒരു ബ്ലഡ് പോലും ചീന്താതെ ഇവിടേക്ക് എത്തുമെന്ന്. കാരണം ഒരു ജനത അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ തടയാൻ ഒരു ടാങ്കുകൾക്കോ തോക്കുകൾക്കോ മിസൈലുകൾക്കോ കഴിയില്ല. നമുക്കത് ഈ ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ അത് ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ തന്നെ ഒരു ചർച്ച നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയിലേക്ക് എത്തും. അത് മെറോക്കോയിൽ വെച്ചിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് നമ്മുടെ ടാങ്ക് നിർമ്മിക്കുന്ന ഒരു ടാറ്റയുടെ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യം, പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടേതാണ്, അത് ഇന്ത്യയിലേക്ക് എത്തും, അതിന് രക്തം ചെയ്യുന്ന കാര്യമില്ല എന്ന്. ഇപ്പോഴേതാണ്ട് അത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഈ വാർത്ത ശരിയാണെങ്കിൽ ഡോൺ പത്രം, പാകിസ്ഥാനിലെ പത്രം ഡോൺ പത്രം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മേളിലായി ഈ പ്രക്ഷോഭം നടന്നിട്ട്. കാരണം നമ്മളിത് ശ്രദ്ധിക്കാതെ നമ്മൾ ഈ ട്രംപിന്റെ ഒക്കെ പുറകിന് പോകുന്നതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാതെ പോയതാ. അപ്പൊ അവിടെ അത് ചെറിയ വാർത്തയായിരുന്നെങ്കിൽ ഇത് വലിയ വാർത്തയായി. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഈ കാരക്കോറം ഹൈവേ ഉപരോധിച്ചിട്ട് ഒരാഴ്ചയിലേറെയായി ഉപരോധിച്ച് കിടക്കുകയാണ്. അവിടെ സമരത്തിന്റെ പേര് ഷട്ടർ ഡൗൺ ആൻഡ് വീൽ ജാം എന്നാണ്. സംഭവമൊന്നുമില്ല, കടകളടക്കിയ, വണ്ടിയെ ജാം ചെയ്യുക. മീൻസ് വീൽ ജാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബന്ദ് അല്ലെങ്കിൽ ഹർത്താൽ, അത് തന്നെയാണ് ഇവരിച്ചിരി ആലങ്കാരികമായി ഹിന്ദിയിൽ അവരുടെ ഒരു രീതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് അവിടെ നടക്കുന്നു. അപ്പൊ ഇവര് പറയുന്ന ഇവരുടെ ഡിമാൻഡ് ഒന്ന്, ഈ നമുക്കറിയാം നമ്മുടെ കാശ്മീർ നിയമസഭയിൽ ഈ പാക് അധിനിവേശ കാശ്മീരിൽ ഉള്ള അംഗങ്ങൾക്ക് നമ്മൾ സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കേന്ദ്രം ഒരു 3 പേരെ അവിടുന്ന് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളതിൽ ഒരു 3 പേരെ നമ്മൾ അവിടെ MLA-മാരാക്കി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ അല്ല, നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭാവിയിൽ ഈ പാക് അധിനിവേശ കാശ്മീർ വരും എന്ന കണക്കൂട്ടലിൽ നമ്മൾ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർലമെന്റും സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. സീറ്റുണ്ട്, അതുകൂടെ കണക്കൂട്ടിട്ടാണ് നമ്മൾ സീറ്റ് എപ്പോഴും പറയുന്നത്. അതുകൂടാതെ 2023 ഓൾ ഇന്ത്യ റേഡിയോ ഈ കാലാവസ്ഥ പ്രവചനം നടത്തുമ്പോൾ അതിനകത്ത് ശ്രീനഗറിന് ശേഷം പറയുന്ന 2 സ്ഥലങ്ങൾ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനുമാണ്. അതിനെതിരെ പാകിസ്ഥാൻ പ്രതിഷേധമൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഇന്ത്യ പറയുന്നത്. കാരണം ഇത് പാകിസ്ഥാന്റെ അല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പാകിസ്ഥാനും അറിയാവുന്ന കാര്യമാണ്. ഇത് പാകിസ്ഥാൻ സാധനമല്ല എന്ന് അവർക്കറിയാം. അപ്പൊ സ്വാഭാവികമായി ഇന്ത്യയുടേതാണെന്ന് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ കാലാവസ്ഥ കൂടി പറയുന്നു. ഓൾ ഇന്ത്യ റേഡിയോ, കാശ്മീരിലെ റേഡിയോ കേൾക്കുമ്പോൾ ഈ ഓൾ ഇന്ത്യ റേഡിയോ കാലാവസ്ഥ പറയുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിലെ കാലാവസ്ഥയിൽ ശ്രീനഗറിന് ശേഷം പറയുന്ന 2 സ്ഥലങ്ങൾ ഈ ബാൾട്ടിസ്ഥാനും ഗിൽജിത്തും ഒക്കെയാണ്. അവിടെ കൂടെയാണ് ഈ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള സാധനങ്ങളുടെ ഹൈവേ കടന്നു പോകുന്ന കാരക്കോറം ഹൈവേ ഒക്കെ അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഒരാഴ്ചയിലേറെയായി അങ്ങോട്ടേക്ക് പോകുന്നില്ല. പറഞ്ഞില്ല പാക് അധിനിവേശ കാശ്മീർ അത് ഈ പാകിസ്ഥാൻ ഒരു പാവ സർക്കാരായിട്ട് അവിടെ അവരോധിച്ചിരിക്കുകയാണ്. ഇവിടേക്ക് 12 MP-മാര്, പാകിസ്ഥാനുള്ള 12 MP-മാർക്ക് ഇവിടെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവരെ കൂടി കൊണ്ടുവരുന്നു. ഇതിനെതിരെ കൂടിയാണ് അവർ പറയുന്നത് ഞങ്ങളെ ഭരിക്കാൻ നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾ ഞങ്ങളെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. 70 വർഷമായിട്ട് ഞങ്ങൾക്കൊരു ഒന്നും നിങ്ങൾ ചെയ്തു തന്നില്ല, ഞങ്ങളെ ചവിട്ടി മെതിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. ടയറുകൾ പലയിടത്തും കൂട്ടിയിട്ട് ഹൈവേകൾ ബ്ലോക്ക് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, അർദ്ധസൈനിക വിഭാഗവും പോലീസും വളരെ ശക്തമായിട്ട് തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ധനുഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭീകര സംഘടനകൾ പോയ വാർത്തയും കൂടി നാം ചേർത്ത് വായിക്കേണ്ടത്. എന്തുകൊണ്ട് ഭീകര സംഘടനകൾ പോയി എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഈ കലാപം, ഈ പ്രക്ഷോഭം രൂക്ഷമാവുകയും ഇന്ത്യ അതിൽ ഇടപെടുകയും ചെയ്താൽ മിസൈൽ ആയിരിക്കില്ല, നമ്മുടെ ടാങ്കുകളായിരിക്കും ഒരുപക്ഷെ പാക് അധിനിവേശ കാശ്മീരിന്റെ ആ റോഡുകളിലൂടെ ഉരുളുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജീവനം കൊണ്ട് അവരെ ആദ്യം അവിടുന്ന് പാക് പട്ടാളം മാറ്റിയത്. ഇത് ഒരു നിർണായകമായ കാര്യം തന്നെയാണ്. ഇനി മറ്റൊരിടത്ത് നമ്മുടെ കിഴക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശാണ്. അവിടെ ഗഗ്രാം ചാരി എന്ന് പറയുന്ന ഒരു കുന്നിൻ പ്രദേശമാണ് ഒരു സ്ഥലം. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിറ്റഗോങ്ങിലാണ്. മ്യാൻമാറും ഇന്ത്യയും തമ്മിൽ ചേരുന്ന ചിറ്റഗോങ് കുന്നുകളിൽ ഒന്നാണ് ഈ പറയുന്ന ഗംഗ്രാം ചാരി. അവിടെ മർമോ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗം, ചിറ്റഗോങ്ങും എല്ലാം അത് തന്നെയാണ്. അവിടെ ഒരു 8ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി, വിദ്യാർത്ഥിനിയാണ്, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. ഇതോടുകൂടിയാണ് ഈ മർമ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ തെരുവിലിറങ്ങി. 3 പേർ കൊല്ലപ്പെട്ടു ആ സംഘർഷത്തിൽ. സംഘർഷം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇതിപ്പോൾ അവിടം കൊണ്ട് ഒതുങ്ങുന്നില്ല. അവിടെ ഈ ആദിവാസി പെൺകുട്ടിയാണ് ബലാത്സംഗത്തിന് ഇരയായതെങ്കിൽ ബംഗ്ലാദേശിലുടനീളം വലിയ അരക്ഷിതാവസ്ഥ പടർന്നു പിടിക്കുന്നു. കാരണം
തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, ഒപ്പം തന്നെ സുരക്ഷിത ബോധമില്ലായ്മ, ഇങ്ങനെ വലിയ രീതിയിൽ വരുന്നു. ഇല്ലെങ്കിലും നമ്മൾ ഈ ബംഗ്ലാദേശിൽ ഈ നവരാത്രി കാലത്ത് വലിയ രീതിയിലുള്ള ആക്രമണം ഹിന്ദുക്കളുടെ നേർക്ക് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അതിനെ മുൻപേ തന്നെ അവിടെ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു. അതായത് അവിടെ പുതിയ ഹാഷ്ടാഗ് വന്നിരിക്കുന്നത് ഈ പറയുന്ന യൂനസ് പാകിസ്ഥാൻകാരനാണ്, അയാൾ പാകിസ്ഥാനിലായിട്ട് പോട്ടെ, കാരണം ഇയാളുടെ ജന്മം കൊണ്ട് ഇയാൾ പാകിസ്ഥാനിയാണ്, അപ്പോൾ ബംഗ്ലാദേശി അല്ല. അപ്പോൾ പാകിസ്ഥാനി അയാളെ പാകിസ്ഥാനിലേക്ക് വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ടീമും എല്ലാം വലിയ പ്രക്ഷോഭമാണ്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളന വേദിക്ക് മുൻപിൽ ബംഗ്ലാദേശികൾ വലിയ രീതിയിൽ യൂനസിനെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി. അപ്പോൾ പാകിസ്ഥാനിയായ യൂനസ് ഇത് മറ്റൊരു പാകിസ്ഥാൻ ആക്കുന്നെന്നും പാകിസ്ഥാൻ ഇത് തീരെഴുതി കൊടുക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ആണ് അവിടെ മറ്റൊരു പ്രക്ഷോഭം. ഞാൻ ആദ്യം പറഞ്ഞത് ഗോത്രവർഗ്ഗങ്ങൾ നടത്തുന്ന അത് അവിടുത്തെ ഒരു പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കലാപം 3 പേർ ഇതുവരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് അവിടുത്തെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഈളെ ഓടിക്കുക എന്നുള്ളത്. ഇതിനിടയിലാണ് സൈന്യത്തെ ജമാഅത്ത് ഇസ്ലാമി വൽക്കരിക്കാൻ വേണ്ടി യൂനസിന്റെ ചില നീക്കങ്ങളും, അതോടുകൂടി സൈന്യത്തിന്റെ കണ്ണിലെ കരടായിട്ട് യൂനസ് മാറുകയും ചെയ്തു. പണ്ടേ കണ്ണിലെ കരടാണ്, ഇപ്പോൾ ഈ സൈന്യത്തിന് പകരം ജമാഅത്ത് ഇസ്ലാമിക്കാരെ സൈന്യമായിട്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നേതാവ് വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി. 50 ലക്ഷം യുവാക്കൾ ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ഇന്ത്യ പിടിച്ചെടുക്കാനായിട്ട്. ബംഗാളോ എവിടെയൊക്കെ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മളത് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ 2 സ്ഥലങ്ങളിൽ നേപ്പാളിൽ കലാപമുണ്ടായപ്പോൾ അടുത്തത് ഇന്ത്യയാണോ എന്ന് ചോദിച്ചവർക്ക് ഒരു മറുപടിയാണ്, ഇന്ത്യയിൽ തൽക്കാലം ഇല്ല, നിങ്ങൾ കൊണ്ടുവന്ന പടക്കം ചീറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിലും ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ് കുന്നുകളിലും പടരുന്ന കലാപം ഇപ്പോൾ ധാക്ക തെരുവുകളിലൂടെ മുമ്പോട്ട് പോവുകയാണ്. പാകിസ്ഥാനിയായ യൂനസിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞ് സംഘർഷഭരിതമായി നിൽക്കുന്ന ഒരവസ്ഥ. ഒരുപക്ഷെ അത് ഈ വിദൂര ഭാവിയിലല്ലാതെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുള്ള കാര്യമല്ല. അത് പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ കുറെ വേസ്റ്റിനെയും കൂടെ സ്വീകരിക്കേണ്ടതായി വരും. നമ്മളത് ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു ചർച്ച നടത്തിയതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഏതായാലും ഇപ്പോഴത്തെ ആ ഒരു വിഷയം മാത്രമാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രക്ഷോഭം ഏത് രീതിയിൽ മുമ്പോട്ട് പോകും, കൂടുതൽ രൂക്ഷമാകുമോ എന്നൊക്കെ ഉള്ളത് അതിന്റെ വാർത്തകൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഇതേപോലെ ഇരിക്കേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പാക് അധിനിവേശ കാശ്മീർ എന്നും നമ്മുടേതായിരുന്നു, അത് നമ്മളിലേക്ക് തന്നെ എത്തുകയാണ്. അതിന്റെയൊക്കെ ഒരു തുടക്കമായി തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 2022 മുതൽ ഈ പ്രക്ഷോഭങ്ങൾ ഉള്ളതാണ്. അതിന്റെ പലയിടത്തും അവർ മോദിയുടെ ചിത്രം ഉയർത്തിയിട്ടുണ്ട്, ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ അവർക്ക് നിൽക്കക്കള്ളിയില്ല, രണ്ടും കൽപ്പിച്ച് അവർ ഇറങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒന്നുകൂടുണ്ട്. ഈ നമ്മൾ മുമ്പൊരു വാർത്ത കൊടുത്തിരുന്നു, അതിന് ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഈ ഖൈബർ പക്തൂൺ മേഖലയിൽ നിന്ന് തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുണ്ട്. അത് പാകിസ്ഥാന് എന്ന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. അവര് പാക് അധിനിവേശ കാശ്മീരുടെ താഴ്വരകളിലെല്ലാം തമ്പടിച്ചിട്ടുണ്ട്. നേരത്തെ വന്ന വാർത്ത എനിക്ക് തോന്നുന്നു 1.5 മാസം മുമ്പ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തതാണ്. അവർ തമ്പടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർ കൂടി വരുന്നത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഈ ലഷ്കർ-എ തോയ്ബ പോലുള്ള സംഘടനകൾ അവിടുന്ന് ജീവനും കൊണ്ടുപോയത്. കാരണം ഇന്ത്യൻ സേനയും ഇവന്മാരുടെ ശത്രുക്കളായ ഭീകരന്മാരോട് വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ അവസ്ഥയാകെ പരിതാപകരമാകും. അപ്പൊ ഇനി അവരുടെയും കൂടെ ഒരു ബലത്തിലാണോ ഇപ്പൊ ഇവിടെ ഈ ഒരു കലാപം എന്നുള്ളതൊക്കെ ഇപ്പൊ നമുക്ക് ഈ വാർത്ത വന്നിട്ടേ ഉള്ളൂ. നാഷണൽ മീഡിയാസ് അത് ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ വരും മണിക്കൂറിലൊക്കെ കുറച്ചുകൂടെ അപ്ഡേഷൻ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും എവിടെയാണ് ഇത്. ഇല്ലെങ്കിൽ തന്നെ അവിടെ ഓൾറെഡി അവിടെ ഈ പറയുന്ന അവാമി ആക്ഷൻ കമ്മിറ്റി, അത് 8 രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ വ്യാപാരി വ്യവസായികളുടെ സംഘടനകളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയാണ്, ഒരു ഏക ബാനറാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ നേരത്തെ നടന്ന സമരം ഇപ്പൊ കുറച്ചുകൂടി രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി അടുത്ത നീക്കം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും പാകിസ്ഥാൻ അവിടെ പിടിമുറുക്കിയിട്ടുണ്ട്, അവർ അർദ്ധസൈന്യത്തെ കൊണ്ട് അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതൊരു വലിയ അക്രമത്തിലേക്ക് പോവുകയാണെങ്കിൽ പിടിവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇതൊക്കെ ഈ ഖൈബർ പക്തൂണുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ബലൂചിസ്ഥാനുണ്ട്. ഈ നിലവിൽ തന്നെ ബലൂചിസ്ഥാനും ഖൈബർ പക്തൂണും അവിടെ പ്രശ്നങ്ങളും തലവേദനകളും സൃഷ്ടിക്കുകയാണ്. അതിനിടയ്ക്ക് പാക് അധിനിവേശ കാശ്മീരുടെ പ്രശ്നം സൃഷ്ടിക്കുകയാണ് എങ്കിൽ എന്താകും സ്ഥിതി എന്നറിയില്ല. ഒരു ഭാഗത്ത് ഇന്ത്യ ഏത് നിമിഷവും കയറി അടിക്കാൻ കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നു പോകുന്നത് എന്ന് പറയാം. ഏതായാലും നേപ്പാൾ കണ്ടും ലഡാക്ക് കണ്ടും വെള്ളം വെച്ചവർക്ക് തൽക്കാലം അത് വാങ്ങിവെക്കാം. കാരണം മറ്റിടങ്ങളിലേക്ക് കലാപം മാറുകയാണ്.